ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഒരു കാനോണിൻ്റെ ക്യാമറ അൺബോക്സ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ജനുവരിയിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യം ഈ കാനോണിൻ്റെ ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഏകദേശം 25,000 രൂപയോളം വന്ന്, കിറ്റ് ലെൻസ് അടക്കം 25,000 രൂപയോളം വന്ന്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആമസോണിൻ്റെ നല്ല പാക്കിംഗ്, ബില്ല്. സോ ഇതിൻ്റെ കൂടെ ഒരു ക്യാരിങ് ബാഗും കൂടി കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ബാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് കളറ് ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ EOS. സോ നമുക്ക് ക്യാമറയുടെ ബോക്സ് നോക്കി നോക്കാം. സോ ഇതിൽ വൈഫൈ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 16 GB മെമ്മറി കാർഡ്, വൈഫൈ, അതുപോലെ HDMI, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ടാഗ് നോക്കാം. സോ നമുക്ക് പാക്കേജ് ഒന്ന് തുറന്ന് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ കാനോണിൻ്റെ മാനുവൽ ബുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാനുവൽ ബുക്ക്, അതുപോലെ തന്നെ വാറണ്ടി കാർഡും. വാറണ്ടി കാർഡ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം. സോ ആദ്യം തന്നെ കാനോണിൻ്റെ സ്ട്രിപ്പ്, ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ ചാർജിങ് അഡാപ്റ്റർ, കാനോൺ ബ്രാൻഡ്. സോ നമുക്കൊരു സൈഡിൽ വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ ലെൻസ്. സോ ലെൻസ് 18mm to 55mm ലെൻസാണിത്. കാനോൺ. സോ ലെൻസ് നമുക്കൊരു സൈഡിൽ വെക്കാം. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ് കേബിൾ, പിന്നെ ബാറ്ററി, കാനോൺ ബാറ്ററി, സോ മെയിനായിട്ട് ബോക്സിൽ അവിടെ കാനോൺ D1300 ബോഡി. സോ ഇതാണ് കാനോൺ
1300. സോ ഇവിടെ ഫുള്ള് വൺ ഹാൻഡ് ഉപയോഗിച്ച് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാ സ്വിച്ചും നമ്മുടെ വലത്തെ സൈഡിൽ തന്നെയാണ് ഇത് ബിൽട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കേണ്ട ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഇതും, അതുപോലെ തന്നെ HDMI കേബിളും. ഫ്രണ്ടിൽ EOS 1300D. അതുപോലെ തന്നെ ബാറ്ററി മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ലോട്ട്. സോ നമുക്ക് മെമ്മറി കാർഡും കൂടി ആവശ്യമാണ്. മെമ്മറി കാർഡ് ഇവിടെ, മെമ്മറി കാർഡുണ്ട്. സാൻഡ് ഡിസ്കിൻ്റെ 16 GB മെമ്മറി കാർഡാണ് സാൻഡ് ഡിസ്ക് അൾട്ര. സോ നമുക്ക് ഇതിൻ്റെ ക്വിക്ക് റിവ്യൂയിലേക്കൊന്ന് വരാം. സോ ആദ്യം ക്യാപ്പ് ഊരുക. സോ ഇവിടെ നിങ്ങൾക്ക് മിറർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെൻസിൻ്റെ ക്യാപ്പും ഊരുക. സോ ലെൻസിൻ്റെ അടുക്ക് ഒരു വൈറ്റ് മാർക്ക് കാണാം. അതുപോലെ തന്നെ ക്യാമറയുടെ അടുക്കും വൈറ്റ് മാർക്ക് കാണാം. അത് രണ്ടും കറക്റ്റ് മാച്ച് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. സോ ഇതിൻ്റെ ലെൻസ് അവിടെ ഫിക്സ് ആയി നിർത്താം. സോ അടുത്ത് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് കൂടി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് മെമ്മറി കാർഡ്. ആദ്യം ലോക്ക് എല്ലാം ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. സോ ഇത് ഇങ്ങനെ വെച്ച് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യും. സോ നമുക്കൊന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഡേറ്റ് അതുപോലെ തന്നെ ഇയർ എന്തൊക്കെ സെറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം ഏകദേശം 10:20 ആ ടൈമും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൺട്രി സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കൺട്രി ഇന്ത്യ ഞാൻ നോക്കിയപ്പോൾ കൺട്രി ഡൽഹി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ഡൽഹി ഓപ്ഷൻ കൊടുക്കുക. സോ ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് പിക്ചർ ഒന്ന് എടുക്കാം. ഫോക്കസിങ്. ഓക്കെ. സോ ആദ്യത്തെ പിക്ചർ എടുത്തിരിക്കാം. സോ ഇതാണ് കാനോൺ D1300 മോഡൽ ക്യാമറ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ പീസ് ഔട്ട്.